ഏതെങ്കിലും പ്രാർത്ഥന, ഏതെങ്കിലും മതാചാരം ആ സ്കൂളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നെങ്കിൽ അത് ന്യൂട്രൽ ആകണം എന്ന് ധൈര്യമായി പറഞ്ഞു തുടങ്ങുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഐക്യദാർഢ്യം, അഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഹാഷ്മി, ഞാൻ അതിലേക്ക് എത്താം. അതിന് മുമ്പായിട്ട് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള വസ്തുതാപരമായ വിഷയം കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് സംസ്കാരം പഠിപ്പിക്കണം. സംസ്കാരമല്ല പഠിപ്പിക്കേണ്ടത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന് എന്താണ് സംസ്കാരം അവർ ഉൾക്കൊള്ളുന്നത്, അതാണ് സംസ്കാരം. അതല്ലാതെ ഏതെങ്കിലും സംസ്കാരം എന്ന് പറഞ്ഞ് എഴുതി പഠിപ്പിക്കേണ്ട ഒന്നല്ല. അങ്ങനെ എഴുതി സംസ്കാരം പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജാതി വ്യവസ്ഥ ഉൾപ്പെടെ ഇനി പഠിപ്പിക്കേണ്ടി വരും. വലിയ കാലം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലൊന്നും അല്ലല്ലോ. 100 വർഷങ്ങൾക്കോ 75 വർഷങ്ങൾക്കോ മുന്നിൽ ഈ നാട്ടിൽ നിലനിന്നിരുന്ന തൊടലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉൾപ്പെടെയുള്ള അയിത്തം ഉൾപ്പെടെയും സംസ്കാരമായിട്ട് പഠിപ്പിക്കേണ്ടി വരും. ജനിപ്പിച്ച മനുഷ്യനെ അച്ഛ എന്ന് വിളിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനതയെക്കുറിച്ചും പഠിപ്പിക്കേണ്ടി വരും ഷാബു പ്രസാദ്. അതുകൊണ്ട് സംസ്കാരത്തിൽ നിങ്ങൾ പിടിച്ചു തൂങ്ങരുത്. ആ സംസ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും റിഗ്രസീവാണ്. അതുകൊണ്ട് ഒരിക്കലും സംസ്കാരമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മുടെ നാടിൻ്റെ ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്. ആ ചരിത്രത്തെ വക്രീകരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ് മറ്റൊരു വിഷയം. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പിന്നെ നോക്കൂ, എന്താണ് അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം. ഇവിടെ മതനിരാസം പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല, അതിൽ മതനിരപേക്ഷതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ സെക്യുലർ ഐഡിയോളജി. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ള, എല്ലാ വിശ്വാസങ്ങളെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മതനിരാസമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മൾ പഠിപ്പിക്കേണ്ടത് മതനിരപേക്ഷതയാണ്. ആ സെൻസിബിളായി ജീവിച്ചിരുന്ന മനുഷ്യരെ ഒരു കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോടുകൂടി ഇൻസെൻസിറ്റീവ് ആക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഷാബു പ്രസാദിൻ്റെ ആശയത്തിനാണ്. മനസ്സിലായില്ലേ? സെൻസിബിളായിരുന്ന ഒരു മനുഷ്യൻ. കാരണം ഞാനും ഹാഷ്മിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് മതത്തിനപ്പുറമുള്ള മതസൗഹാർദ്ദമാണെന്നും നമ്മൾ ഒന്നാണെന്നും ചിന്തിച്ചെടുത്തു നിന്ന് നിങ്ങൾ ഒന്നല്ല, നിങ്ങൾ രണ്ടാണ് എന്നുള്ള ഇൻസെൻസിറ്റിവിറ്റി കൊണ്ടുവന്നത് ഈ ഷാബു പ്രസാദിൻ്റെ ആശയം. അതാണ് ഹാഷ്മി പറഞ്ഞ പോലെ ജാനവി എന്നുള്ള പേര്, ആ പേരിൽ പോലും പ്രശ്നം കണ്ടുപിടിക്കാൻ കഴിയുന്ന സംസ്ഥാനത്ത്, ഈ നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൽ മതം തിരഞ്ഞു പോകുന്ന വൈകൃതത്തിലേക്ക്, മാനസ വൈകൃതത്തിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ ഷാബു പ്രസാദിൻ്റെ ആശയമാണ്. അവിടെയാണ് പ്രശ്നം. ആ ആശയത്തെ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ നഖശികാന്തം എതിർക്കും. ഞങ്ങൾ ഒരു കുട്ടിയെ കൊണ്ടും ഒരു അധ്യാപകൻ്റെയും ഒരാളുടെയും കാല് കഴുകിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നവരല്ല. ഹാഷ്മി, പിടിച്ചിരുത്തി കാല് കഴുകിക്കുന്നവരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സർക്കാർ അത്തരത്തിലെടുക്കുന്ന നടപടികളെ ഞങ്ങൾക്ക് എതിർപ്പില്ല. അവിടെ മറ്റൊന്നുണ്ട് ഹാഷ്മി, ജനാധിപത്യ സർക്കാരിനെ ഒരു സെക്കൻഡ് ജനാധിപത്യ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ മതസംഘടനകൾ മാറുന്നോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ജനാധിപത്യ സർക്കാരുകൾ ജനാധിപത്യപരമായി പെരുമാറുക എന്നുള്ളത് കൂടിയുണ്ട്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ചുറ്റും ഈ സംഘപരിവാറിൻ്റെ ദുശക്തികൾ ഇത്തരത്തിലുള്ള വല വിരിച്ച് ഇതിനെയെല്ലാം കപടവൽക്കരിച്ച് അതിനെയെല്ലാം സമൂഹത്തിലൊരു പ്രശ്നമാക്കാൻ നോക്കി നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നടപടികൾ എടുക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ്, ഒരു കൺസെൻസസ് അതുണ്ടാക്കിയതിനു ശേഷം നടപ്പാക്കുക എന്നുള്ള വലിയ, ഇപ്പോൾ സൂംബ വിവാദം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സൂംബ പറയുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തല്ലോ. അങ്ങനെ നിലപാടെടുത്തപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ആദ്യം നിലനിന്നവർക്ക് പിന്നീട് മയപ്പെടുത്തേണ്ടി വന്നു. അവിടെ ഞാൻ പറയുന്നത് ഈ സർക്കാർ അത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ആശയം കൊണ്ടുവരുമ്പോൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ള നേരത്തെ ചർച്ചകൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒരു സർക്കാരിനെ വരട്ടാൻ ആർക്കും അവകാശമില്ല. ഇപ്പൊ നമ്മളും പഠിച്ചവരാണ്. ഇപ്പോൾ എന്നെ തന്നെ പണ്ട് കായ്ക്കയും ആയും പഠിപ്പിച്ച വിജയനാശാൻ, LKG പഠിപ്പിച്ച ജയശ്രീ ടീച്ചർ, രോഹിണി ടീച്ചർ, 1ാം ക്ലാസ് ഇന്നലെ ടീച്ചർ, സിന്ധു ടീച്ചർ, മോഡൽ ട്യൂഷൻ സെന്ററിലെ ശശി സാർ മരിച്ചുപോയി, പാവം. ഹരിസാറ്, ഫിലിപ്പ് സാറ്, വിജയകുമാർ സാർ, +2 തോമസ് സാർ, ശ്രീധർ ടീച്ചർ, ബയോകെമിസ്ട്രി HOD ആയിരുന്ന പത്മകുമാർ സാർ, പപ്പ സാർ, കാര്യവട്ടം ക്യാമ്പസിലെ യാസീൻ സാർ, രാമപിള്ള സാർ, ഷീസ് സാർ, ഇവരെയൊക്കെ ഇപ്പോഴും ഇന്നലത്തെ പോലെ ഓർത്തിരിക്കുക. ഇവരുടെ ഒന്നും ആരും കാല് കഴി തുടച്ച് പൂവിട്ട് പോയിച്ചുകൊണ്ടല്ലോ. ആ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം കൊണ്ടല്ലോ, അല്ലാതെ കാല് കഴിയാനും പോകുന്നില്ലോ ആരും. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അബ്ദുള്ള അബ്ബാസിൽ, ഇവിടെ നോക്കൂ, സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നത് ഇത് ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ രീതിയുടെ കൺവീനിയൻസ് മാത്രമല്ല, അവിടെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. ഹൈക്കോടതിയിലേക്ക് റാറ്റിഫിക്കേഷൻ കിട്ടിയ വിഷയമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പൂർണ്ണമായും മാൻഡേറ്റുള്ളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴേക്കും സമസ്ത ഇപ്പോഴും വരട്ടുക, സർക്കാരിനെ വരട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഇന്നതായി കളയുമെന്ന് പേടിപ്പിക്കുക ഉമർ ഫൈസി മുക്കം സർക്കാർ നോക്കി.
മദ്രസ വിദ്യാഭ്യാസം എത്ര ശതമാനം കുട്ടികൾ പഠിക്കുന്നതാണല്ലോ, അതിനാണോ പ്രയോറിറ്റി ഉണ്ടാവേണ്ടത്? ബഹുഭൂരിപക്ഷം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിനാണോ പ്രയോറിറ്റി ഉണ്ടാവുന്നത്? ഇക്കാര്യത്തിന്റെ പേരിൽ സർക്കാരിനെ വിരട്ടാൻ നിന്നാൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന ന്യൂട്രൽ അല്ലെങ്കിൽ ഈ ഇടപെടലുകളുടെ വഴി അടയ്ക്കുന്ന ന്യൂട്രൽ വിദ്യാഭ്യാസം വേണമെന്ന ആശയത്തിന് കൂടുതൽ പിന്തുണ കിട്ടുകയല്ലേ ചെയ്യൂ ഡോക്ടർ അബ്ദുള്ള ബാസിദ്? തീർച്ചയായും ഇവിടെ വിരട്ടുക പോലുള്ള കാര്യങ്ങൾ, അതിൽ പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് കേട്ടിട്ടില്ല. തീർച്ചയായും അത് ആ നിലയ്ക്ക് ഒരു ചർച്ചയുടെ രൂപത്തിലേക്കാണ് വരേണ്ടത്. അല്ല, തീർച്ചയായും ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും സമയമാറ്റത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്, ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഇവിടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ വിദ്യാലയങ്ങളിലേക്ക് മതം വേണ്ട അല്ലെങ്കിൽ മതം പുറത്ത് എന്ന രൂപത്തിലുള്ള ചർച്ച വരുമ്പോൾ അതിൽ ഒരു ചെറിയൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് എനിക്ക് 3 പോയിന്റുകളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, ഇത് പുറത്തു വരുന്നത് ഒരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ അഭിമുഖം കണ്ടപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചില നിർബന്ധങ്ങൾ ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുന്നത്. അപ്പോൾ ആ വിഷയം ഇങ്ങനെ ചർച്ചയാവുന്നതിൽ ചെറിയൊരു ആശങ്ക പങ്കുവെക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവിദ്യാലയത്തിൽ പഠിച്ചാണ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയും. നേരത്തെ ഹാഷ്മി ഒരുപാട് അധ്യാപകരുടെ പേര് പറഞ്ഞു, ഞാൻ എൻ്റെ വിചിത്ര ടീച്ചറെയും അതുപോലെ തന്നെ രശ്മി ടീച്ചറൊക്കെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആ രൂപത്തിൽ പഠിച്ച് വളർന്നു വന്ന ആളുകളാണ്. അതിൽ ഇങ്ങനെ പെട്ടെന്ന് വളരെ വ്യാപകമായി കേരളത്തിൽ അത്തരത്തിലുള്ള മതം അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു വിഷയമാണ്. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്ര വ്യാപകമല്ലെങ്കിൽ അത് കുറച്ചുകൂടി എവിടെയെങ്കിലും ഉള്ള കാര്യങ്ങൾ, ഒരു പിന്നെ 1-2 സ്ഥലത്തുള്ളതാണെങ്കിൽ അവിടെ മാത്രം ഇടപെട്ട് തീർക്കാവുന്നതായിരുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മതം എപ്പോഴും ഒരു പ്രശ്നം എന്ന രൂപത്തിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുകയും ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക പങ്കുവെക്കുകയാണ്. ഇനി ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സർക്കാരിന്റെ നയം എന്നുള്ളത് പൂർണ്ണമായൊരു വ്യക്തതയില്ല. ഇതിൽ 3 കാര്യങ്ങളാവാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത്, ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നിർബന്ധിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു ആശയമാണ്. അതാണ് നയം എങ്കിൽ. ഇപ്പോൾ നേരത്തെ ഹാഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുട്ടിയാണെങ്കിൽ പോലും വിയോജിപ്പുള്ള ഒരു കാര്യം നടപ്പിലാക്കരുത് എന്നുള്ള ആ വാചകം, അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ, അതാണ് നയം എങ്കിൽ, ഒരാൾക്കും പ്രയാസകരമായ ഒന്നും ഉണ്ടാകരുത്, ഒരു വിശ്വാസവും അടിച്ചേൽപ്പിക്കരുത്, ഒരു ആചാരവും നടപ്പിലാക്കരുത്, അല്ലെങ്കിൽ ഒരാചാരവും അടിച്ചേൽപ്പിക്കരുത്, മതനിരാസം അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വാഗതം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. സ്വന്തം മതം പൂർണ്ണമായ അഭിമാനബോധത്തോടു കൂടി തന്നെ എല്ലാവർക്കും അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പിന്നെ അവസരം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അടിച്ചേൽപ്പിക്കലിനെതിരായിട്ടാണ് ഇത്തരം കാര്യങ്ങളെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു. ഇനി അതല്ല, പലപ്പോഴും എനിക്ക് സംശയമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മതത്തെ തന്നെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു മതരാഹിത്യം അടിച്ചേൽപ്പിക്കുക. നേരത്തെ ബഹുമാന്യനായ രാജു പി നായർ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെസ്റ്റേൺ സെക്യുലറിസം അല്ല, മറിച്ച് ഒരു ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് നമുക്ക് ഗാന്ധിജി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സെക്യുലറിസമാണ്. അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ഒരു മതരാഹിത്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വിയോജിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പൊതു ഇടങ്ങളിൽ മതം വിസിബിൾ ആകുന്നത് പാടില്ല എന്ന ഒരു സിദ്ധാന്തം പലപ്പോഴും ഒരു അത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്കിൽ അതിനോട് വിയോജിപ്പാണ്. കാരണം നമുക്കറിയാം, മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ആചാരങ്ങളും പൊതു ഇടങ്ങളിൽ ഇപ്പോ എല്ലാ മതങ്ങളും പഠിക്കുന്ന ഒരു സ്കൂളിൽ, എല്ലാ മതപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മതചിഹ്നം പ്രകടമാവുകയും അതവർക്ക് എന്താണ് ഇപ്പോൾ വേണമെങ്കിൽ കുട്ടികൾ മാറി നിൽക്കാമെന്ന് പറയാം. പക്ഷേ അവർ അനിഷ്ടത്തോടെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദനയോടെ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതവിടെ പ്രകടമാവണ്ട. അബ്ദുള്ള ബാസിദ്, ആ മതചിഹ്നം ഞാൻ പറയുന്നത് അതാണ്. പിന്നെ വ്യക്തികൾക്ക് മതങ്ങൾ പ്രകടമാക്കാം, മതത്തിന്റെ ചിഹ്നങ്ങൾ ഇപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മുസ്ലിമിന് അത് കണ്ടാൽ ഒരു പ്രശ്നമില്ല. ഒരു മുസ്ലിം ഹിജാബ് ധരിച്ചാൽ അത് വേറൊരാൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. അതിനപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പ്രശ്നമാണ്. താങ്കൾ പറഞ്ഞത് ഒരു കുട്ടിയാണെങ്കിൽ പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മതമാകട്ടെ മതരാഹിത്യമാകട്ടെ ഏതെങ്കിലും ആളുകൾക്ക് പ്രയാസങ്ങളുള്ള, പ്രശ്നങ്ങളുള്ള, കൺസേണുകളുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളത്, അത് മതരാഹിത്യവുമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഏതാണെങ്കിലും, നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കം പറഞ്ഞു, അത്തരത്തിൽ ഏത് കാര്യങ്ങളാണെങ്കിലും കുറച്ച് ആളുകൾക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കേണ്ടതുണ്ട്. ഹഷ്മിയുടെ വാക്കുകളിൽ പറയണമെങ്കിൽ ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ മതം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന, നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം അതെന്താ വെച്ചാൽ, ഒരു പൊതുവൽക്കരിക്കപ്പെട്ട സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ, ഒരു ഭൂരിപക്ഷം സംസ്കാരത്തിന്റെ പല ചിഹ്നങ്ങളും പൊതുവൽക്കരിക്കപ്പെടുക, അതുപോലെ തന്നെ ഒരു ലിബറൽ സംസ്കാരത്തിന്റെ കൾച്ചറുകൾ
ചർച്ചകൾ പൊതുവൽക്കരിക്കപ്പെടുക, എന്നിട്ട് അത് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വേരുകൾ അതിനുണ്ടാവും. പക്ഷേ എന്നാലും അത് പൊതുവൽക്കരിച്ചിട്ട് അത് നടപ്പിലാക്കുക. അപ്പൊ എന്തായാലും അത് മതം നടപ്പിലാക്കലല്ല, മറിച്ച് അത് പൊതുധാരയാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അതിന്റെ കൂടെ. ഈ ലോകത്തിൽ എല്ലാ ഇവരും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാനൊരു സനാതനിയാണെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. സാക്ഷാൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ദാ ഈ ചിത്രം കണ്ടോ? മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ആരാധിക, അദ്ദേഹത്തിൻ്റെ കാല് കഴുകിക്കുന്നതാണിത്. കാൽ കഴിക്കുന്നതാണ് മഹാഗുരുവിൻ്റെ. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് സാർ. പിന്നെ RSS നടത്തുന്ന ഈ ഒരു കാര്യം കൂടെ ഹാഷ്മി മനസ്സിലാക്കുക, ഇവരാരെങ്കിലും ഏതെങ്കിലും സ്കൂൾ നടത്തുന്നുണ്ടോ? ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും കൂപ്പുകുത്തിക്കിടന്ന ഒരു രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇവർ മനുസ്മൃതി വേണമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണല്ലോ. അവിടെ നിന്ന് മാറി ഇവിടുത്തെ പറയനും പുലയനും തീയനും മുതൽ എല്ലാ മനുഷ്യർക്കും ഒരു വോട്ടിൻ്റെ ശക്തി നൽകിക്കൊണ്ട് അവരെല്ലാം പൗരന്മാരാക്കിയ നാടാണ് നമ്മുടെ രാജ്യം. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ന് കാണുന്നതൊക്കെ വലിയ എന്തോ സംഭവമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിൽ പല ആൾക്കാരുടെയും നിശബ്ദത കൊണ്ട് മാത്രം ലഭിക്കുന്ന ശക്തിയാണ് ഈ പിന്തിരിപ്പന്മാർക്ക്. ഇവർക്ക് 1948 നിന്ന് ബസ് കിട്ടാത്ത ആൾക്കാരാണ്. അന്ന് മഹാത്മാഗാന്ധിയുടെ കാല് ആരോ കഴുകി അല്ലെങ്കിൽ ആരോ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും അത് ചെയ്യണം എന്ന് പറയുന്ന 1948 ഇങ്ങോട്ട് ബസ് കിട്ടാതെ കാത്തിരിക്കുന്നവരാണ് ഇവർ. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എൻ്റെ മകളുടെ കാര്യം മറ്റുള്ളവരെല്ലാം മോശക്കാരായി വളർത്തുന്നതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലാവണം. ഞാൻ പറഞ്ഞത് പുതിയ തലമുറയിൽ പെട്ടുന്ന കുട്ടികൾ, പുതിയ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന കുട്ടികൾ, സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ലഹരി ഉൾപ്പെടെ, ലൈംഗികത ഉൾപ്പെടെ നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് ഒരു ട്രാപ്പ്, ഒരു കെടി പോലെ വിരിച്ചു നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അധ്യാപകരോടും മാതാപിതാക്കന്മാരോടും സൗഹാർദ്ദത്തിലൂടെ കാര്യങ്ങൾ സംവദിക്കാൻ കഴിയുന്ന ഇടങ്ങളായി കുടുംബങ്ങൾ മാറണം. അപ്പോൾ മാത്രമേ ആ കുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ. കുട്ടികളെ നേർവഴിക്ക്, അങ്ങ് പറയുന്ന നേർവഴി ഉണ്ടെങ്കിൽ ആ നേർവഴിക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ആ സംസ്കാരം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന സംസ്കാരം പഠിക്കുക എന്നുള്ളതല്ല. എൻ്റെ മകളോട് പോയിട്ട് എൻ്റെ കാല് പിടിക്കണം അല്ലെങ്കിൽ അധ്യാപകൻ്റെ കാല് പിടിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കാലേ വാരി നിലത്തടിക്കും. എനിക്ക് അഭിമാനമുണ്ട് അവളത് ചെയ്താൽ. അത് ഞാനൊരിക്കലും അവളെ പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും അവളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൾക്ക് അവളുടെ സംസ്കാരത്തിലും അവളുടെ ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പൊന്നൻ ഷാബു, വെറുതെ തരംതാണ് രാഷ്ട്രീയത്തെ പോലെ, വെറുതെ തരംതാണ് വർത്തമാനം പറയുന്നത്. കുട്ടികളെ കൊണ്ട് കാല് കഴുകി പൂടിക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. അത് വേണമെന്നാ ചോദ്യം. അതല്ലല്ലോ പ്രശ്നം. ഒന്ന് പറഞ്ഞു സോണിയാഗാന്ധിയുടെ കാലേ വീഴുന്ന രംഗമായത്. അല്ല, നിങ്ങളുടെ നിലവാരം സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഈ സോണിയാഗാന്ധിയുടെ കാലേ വീഴുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഗൗരവമെങ്കിലും ഉൾക്കൊണ്ട് സംസാരിക്കാൻ പഠിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേ പോലെ ഇത്തരത്തിലുള്ള വരട്ടുവാദങ്ങൾ പറയുന്ന ചർച്ചകൾക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തലമുറ, ഞാൻ പറയട്ടെ, ഇന്നത്തെ തലമുറ, ഇന്നത്തെ സോണിയാഗാന്ധി അല്ല, ഇന്നത്തെ തലമുറ ജീവിക്കേണ്ട അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട രീതിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും കാല് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉള്ള ചെറുപ്പക്കാരെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നത് ഞാൻ എതിരാണ്. അതാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. മനുഷ്യൻ നടക്കും. ആ ഇവോൾവ് ചെയ്യുക എന്നുള്ള പ്രക്രിയ, ആ ഇവോൾവ് ചെയ്യാന്നുള്ള പ്രക്രിയ നടക്കാത്ത, ഇവോൾവ് ചെയ്തിട്ടില്ലാത്ത മനുഷ്യരാണ് ഇവര്. കാലിൽ തൊടുന്നതും വിളിച്ചിരുത്തി കാല് കഴി കൂടുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ. അല്ല, നട്ടല് വളയലും അപ്പൊ നിങ്ങൾ എവിടെയാണ് ഈ ലിമിറ്റ് വെച്ചിരിക്കുന്നത്? രാജുവിന്റെ സമയം ഞാൻ പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് സോണിയാഗാന്ധിയുടെ കാലേ വീഴുന്നതിന് എന്താ പറയാ? ശബ്ദവാസിൽ ഇപ്പൊ സൂംബ നൃത്തം വന്നു. സൂംബ നൃത്തം വന്നപ്പോൾ നിങ്ങളുടെ നേതാവ് ഇറങ്ങി അല്പവസ്ത്രധാരികളായ തുള്ളിച്ചാട്ടം എന്നൊക്കെ പറഞ്ഞതിനെ അതിനെ അപഹസിച്ചു. ഏത് സുംബയാണ് അല്പവസ്ത്രം ഇട്ട് ധരിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ഇടപെടലുകൾക്കെതിരെ കൂടിയാണ് മന്ത്രിയുടെ നിലപാട്. അബ്ദുള്ള ബാസിൽ
അതെ അതെ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് അവിടെ വരുന്ന ഒരു ചെറിയൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടിയുടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരാളുടെ പോലും കൺസേൺ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന വളരെ ജനാധിപത്യപരമായ ഒരു സ്റ്റാൻഡ് ഒരു ഭാഗത്ത് എടുക്കുമ്പോൾ ഏതെങ്കിലും വിയോജിപ്പുകൾ അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട്. അവിടെയാണ് നേരത്തെ ബഹുമാനനായ രാജു പി നായർ പറഞ്ഞതുപോലെ പരിഷ്കാരങ്ങൾ വരണം. പരിഷ്കാരങ്ങൾ വരുമ്പം അവിടെ എല്ലാവരുടെയും സെൻസിറ്റിവിറ്റീസിനും അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടും ചർച്ചകളിലൂടെയാണ് വരേണ്ടത്. അതാണ് സൂംബ വിഷയത്തിലും പറഞ്ഞത്. അത് പരിഗണിക്കാതിരിക്കുമ്പോൾ എവിടെയാണ് അല്പവസ്ത്രം ഇട്ടത്? ഏത് കുട്ടികൾ എവിടെ അല്പവസ്ത്രം ഇട്ടു? ഹാഷ്മി, ഞാനത് ഈ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ കളിക്കുന്നു എന്നല്ല പറഞ്ഞത്. അത്തരം ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി, ഇപ്പൊ ഇവിടെ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പിന്നെ ബഹുമാനനായ ഷാബു പ്രസാദ് അടക്കം ഈ സോണിയാഗാന്ധിയുടെ കാലിൽ വീഴുന്നു, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ കാലിൽ വീഴുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത്തരം കാര്യങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ടാവും, ഇന്നും നടക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് അതാണ് സംസ്കാരം തോന്നുന്നുണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള ഭൂരിപക്ഷ സംസ്കാരത്തിനെ ഒരു സംസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നം. അത് ഏതാണെങ്കിലും, നിലവിളക്കാണെങ്കിലും അത് പ്രശ്നമാണ്. അങ്ങനെ ഏത് കാര്യത്തിൽ, ലിബറൽ കൾച്ചർ ആണെങ്കിലും അത് പ്രശ്നമാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പൊതുവൽക്കരിച്ചുകൊണ്ട് അത് എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, പൊതുവെ മതനിരപേക്ഷത എന്ന് പറഞ്ഞിട്ട് മതരഹിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകേണ്ടത് എന്ന് പറയുന്നിടത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മുടെ മതം സ്കൂളുകളിൽ നിന്ന് ഔട്ട് ഓർ ഇൻ എന്നുള്ളതാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ബ്രിട്ടനിൽ സ്കൂൾ കരിക്കുലം അസസ്മെന്റ് ആൻഡ് അതോറിറ്റി SCAA 1996 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയതിനു ശേഷം അവർ പറഞ്ഞൊരു കാര്യം, നേരത്തെ ബഹുമാനനായ രാജു പി നായർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ പിന്നെ ഈ ലഹരി അതുപോലെയുള്ള അധാർമികതകൾ കുട്ടികളിലേക്ക് വളരെ വ്യാപിക്കുന്നു എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരു അവസ്ഥ ബ്രിട്ടനിൽ ഉണ്ടായപ്പോൾ അവർ അതിനെക്കുറിച്ച് പഠിച്ച് യൂറോപ്യൻ യുവാക്കൾക്കിടയിലെ ധാർമ്മിക മൂല്യച്യുതിയുടെ കാരണം അതെന്താണ് എന്ന് പഠിച്ചതിന് ശേഷം അവരെത്തിപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് ഒരു മോറൽ റിലേറ്റിവിസം സ്കൂളുകളിലൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു മോറൽ റിലേറ്റിവിസം അതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ശരി, നിനക്ക് നിന്റെ ശരി, അതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മികതയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മോറൽ റിലേറ്റിവിസം. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് പലപ്പോഴും കരിക്കുലത്തിലൂടെ നമ്മുടെ കേരളത്തിലടക്കം അത് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിയോജിപ്പുകൾ വരും. അതിന്റെ ഭാഗമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയോടുള്ള വിയോജിപ്പ്. അതുപോലെ തന്നെ പലപ്പോഴും അത് ഇപ്പോൾ ഈ ഇടതുപക്ഷത്ത് നിന്ന് വരുമ്പോൾ നമ്മളുടെ ഒരു കൺസേൺ ആയിട്ട് പറയുന്നത് അതൊരിക്കലും ഒരു തിട്ടൂരൊന്നുമല്ല. നമ്മളത് പറയാൻ കാരണം എന്താ വെച്ചാൽ, സദാചാരം പടിക്ക് പുറത്ത് എന്നുള്ള ചില ബാനറുകൾ കോളേജുകളിൽ പുറത്ത് അത് അങ്ങനെ ഉയർത്തുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് കരിക്കുലത്തിലേക്ക് വളരെ ബോധപൂർവം ചില അവരുടേതായ ലിബറൽ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൂംബയാണെങ്കിലും ജെൻഡർ ന്യൂട്രാലിറ്റി ആണെങ്കിലും അതൊക്കെ പൊതുവൽക്കരിച്ചുകൊണ്ട് അത് ഓരോരുത്തർക്കും പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം. അവരുടേതായ കാലുകഴുകലും മറ്റു കാര്യങ്ങളൊക്കെ അവരുടേതായ ഇടങ്ങളിൽ ആവാം. പക്ഷെ അത് പൊതു ഇടത്തിലേക്കും പൊതു സംസ്കാരത്തിലേക്കും പൊതുവിദ്യാലയങ്ങളിലേക്കും കടന്നു വരുമ്പോൾ അത് ഏതാണെങ്കിലും പ്രശ്നമാണ്. അത് ഭൂരിപക്ഷ സംസ്കാരത്തിന്റെ ആചാരങ്ങളാണെങ്കിലും ശരി, ലിബറൽ സംസ്കാരത്തിന്റെ ആചാരങ്ങളാണെങ്കിലും ശരി. നിങ്ങൾ ലിബറൽ സംസ്കാരത്തിന് ആചാരമാക്കുന്നത് മനസ്സിലാവുന്നില്ല. സൂംബ എന്ന് പറയുന്ന ആർക്കും നിർദോഷമായ ഒരു വ്യായാമ രീതി. ഇപ്പൊ നിങ്ങളിപ്പോ മെക്സവൻ എന്ന മുഹമ്മദ് കിനാർ എന്ന് പറയുന്ന അതിനെ തീവ്രവാദമൊക്കെ ആക്കി എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു വ്യായാമ രീതി ഒരു ലിബറൽ അടിച്ചേൽപ്പിക്കുകയാവുന്നത്? മനസ്സിലാവുന്നില്ല. ഇതാണ് പ്രശ്നമൊന്നേ. ഹഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഹഷ്മിക്ക് അതിൽ പ്രശ്നം ഉണ്ടാവില്ല, പ്രശ്നമുള്ളവരും ഉണ്ടാവുമല്ലോ, അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിപ്പുള്ളവരുണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഒന്നും എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിൽ നിന്നാൽ മതി. ഒരാൾക്കാണെങ്കിലും വിയോജിപ്പുള്ളത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ മതി. അത് മതമാകട്ടെ, മതരാഹിത്യമാകട്ടെ, ലിബറലിസം ആകട്ടെ. സമയം കഴിഞ്ഞു, ജയിക്കിലേക്ക് ഒന്നുകൂടി പോകാൻ സമയമില്ല.